എല്ലാവർക്കും കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്കായിട്ട് നല്ലൊരു എഗ് ബോയിലർ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ വാങ്ങിയതാണ് അഗാരോ എഗ് ബോയിലർ. നമുക്ക് മുട്ട വെച്ചിട്ടുള്ള എന്ത് റെസിപ്പി തയ്യാറാക്കുമ്പോഴും വളരെ വേഗത്തിൽ ചെറിയ സമയം കൊണ്ട് മുട്ട പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഉപകാരമുള്ള ഒരു സാധനമാണിത്. മുട്ട പൊട്ടിപ്പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ റൗണ്ടായിട്ട് ഫ്ലാറ്റായിട്ട് കാണുന്നതാണ് ഇതിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹീറ്റിംഗ് പ്ലേറ്റ്. പിന്നെ ഇതിൽ വരുന്നത് ഒരു എഗ് ബോയിലിംഗ് ട്രേ ആണ്. ഈ ഒരു ട്രേയിൽ വെച്ചിട്ടാണ് നമ്മൾ മുട്ട പുഴുങ്ങുന്നത്. ഇതിൽ മുട്ട വെക്കാൻ വേണ്ടിയിട്ടുള്ള കുഴികൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. 8 മുട്ട നമുക്ക് ഒരേ സമയം ഇതിൽ പുഴുങ്ങിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രേ ആണിത്. പിന്നെ അതിൻ്റെ ലിഡാണിത്. നമ്മൾ മുട്ട പുഴുങ്ങുന്ന സമയത്തൊക്കെ ഈ ലിഡ് ഇങ്ങനെ അടച്ചു വെക്കണം. പിന്നെ ഇതിൽ വരുന്നത് ഒരു പോച്ച് ബോളാണ്. ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ പോച്ച്ഡ് എഗ്ഗൊക്കെ തയ്യാറാക്കുന്നത്. വളരെ സ്മൂത്തായിട്ട് നമുക്ക് പോച്ച്ഡ് എഗ്ഗൊക്കെ ഇതിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന ഒരു മെഷറിംഗ് കപ്പാണ്. ഇതിൽ കുറേ മെഷർമെൻറ്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് മുട്ട ചെറുതായിട്ട് ഒരു ഹാഫ് ബോയിലൊക്കെ ആണെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കുക. കുറച്ചുകൂടി ഒരു മീഡിയമായിട്ട് വേവിക്കണമെങ്കിൽ അതിനനുസരിച്ച്. പിന്നെ ഹാർഡായിട്ട് വേണമെങ്കിൽ കുറച്ചധികം വെള്ളം. അങ്ങനെയുള്ള നമുക്കിഷ്ടമുള്ള രീതിയിൽ മുട്ട ഇതിൽ പുഴുങ്ങിയെടുക്കാൻ പറ്റും. അത് ഞാൻ മുട്ട പുഴുങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ നമുക്കിതിൽ വരുന്നത് ഓട്ടോമാറ്റിക് പവർ ഷട്ട് ഓഫ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓവർ ടെമ്പറേച്ചർ പ്രൊട്ടക്ഷനും കൂടി ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ട പുഴുങ്ങുന്ന സമയത്ത് നമുക്ക് നോക്കി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ടൈം ആകുമ്പോൾ അങ്ങ് ഓഫ് ആയിക്കോളും. അപ്പോൾ നമുക്ക് മുട്ട പുഴുങ്ങാൻ വെക്കാം. അപ്പോൾ എനിക്ക് എപ്പോഴും മുട്ട ഹാർഡായിട്ട് നന്നായിട്ട് പുഴുങ്ങിയെടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മുട്ട ഹാർഡായിട്ട് വേവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 85 ml വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് ഈ ഹീറ്റിംഗ് പ്ലേറ്റിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ എഗ് ബോയിലിംഗ് ട്രേ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് മുട്ട വെച്ച് കൊടുക്കണം. അപ്പോൾ മുട്ട വെക്കുന്നതിന് മുന്നേ നമ്മുടെ ഈ ഒരു മെഷറിംഗ് കപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ താഴെയായിട്ട് ഒരു നീഡിൽ വരുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ ഒരു ടോപ്പ് വരുന്നുണ്ട്. ഈ ഒരു ലിഡ് തുറക്കുന്ന സമയത്ത് അവിടെ കണ്ടില്ലേ ഒരു സൂചി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അത് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന മെഷറിംഗ് കപ്പിന് അറ്റാച്ച് ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പോൾ ആ നീഡിൽ വെച്ചിട്ട് നമ്മുടെ ഈ മുട്ട ഇതുപോലെ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. ആ നീഡിൽ നല്ല ഷാർപ്പാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഹോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ മുട്ടയിലും ഇങ്ങനെ ഹോൾ ഉണ്ടാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ മുട്ട പൊട്ടിപ്പോവില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ 6 മുട്ട ഞാൻ ഇതുപോലെ ആ ഒരു നീഡിൽ വെച്ച് ഹോൾ ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ എഗ് ബോയിലർ ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓൺ ചെയ്തിട്ട് ഞാൻ 85 ml വെള്ളം വെച്ചതുകൊണ്ട് ഇത് നല്ല ഹാർഡായിട്ട് ബോയിൽ ആവാനായിട്ട് 15 മിനിറ്റ് സമയമാണ് എടുക്കുക. അതേസമയം നിങ്ങൾക്ക് ഇതൊരു മീഡിയം ആയിട്ട് വെന്താൽ മതി എന്നുണ്ടെങ്കിൽ 55 ml വെള്ളം ചേർത്താൽ മതി. അപ്പോൾ 11 മിനിറ്റ് സമയം ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വളരെ ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ ഒരു 35 ml വെള്ളം വെക്കുക. അപ്പോൾ ഒരു 8 മിനിറ്റ് സമയം കൊണ്ട് നമ്മുടെ മുട്ട റെഡിയാവും. അപ്പോൾ ഇതാ മുട്ട നല്ലതുപോലെ വെന്ത് ഒരു 15 മിനിറ്റ് സമയമാകുമ്പം അല്ലെങ്കിൽ നമ്മുടെ 85 ml വെള്ളമൊക്കെ തീർന്ന് മുട്ട വേവുന്ന സമയത്ത് ഇത് കണ്ടില്ലേ, ഇത് തനിയെ തന്നെ ഓഫായിട്ടുണ്ട്. നമ്മൾ ഓഫാക്കുകയൊന്നും വേണ്ട. അപ്പോൾ അതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ മുട്ടയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും എവിടെയും ഒരു പൊട്ടലോ ക്രാക്സോ ഒന്നും തന്നെ ഇല്ല. നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ മുട്ട വെന്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകിൽ നിങ്ങൾക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ പച്ചവെള്ളത്തിലിട്ടതിന് ശേഷം പൊളിച്ചെടുക്കാം. അതല്ലെങ്കിൽ ഇത് ഞാൻ എടുത്ത് പുറത്ത് വെച്ചിട്ട് നല്ലതുപോലെ തണുത്ത് റൂം ടെമ്പറേച്ചറിലായതിന് ശേഷമാണ് ഇതിൻ്റെ തോട് കളഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ ചൂടൊക്കെ പോയി റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. ഇത് നമുക്കിനി ഇതിൻ്റെ തോട് കളയാം. അപ്പോൾ നമുക്ക് ഇതിൽ ഇതുപോലെ വളരെ പെർഫെക്റ്റായിട്ട് എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പൊട്ടൊന്നും ചെയ്യാതെ അതുപോലെ തന്നെ കുറേ സമയമൊന്നും എടുക്കാതെ നല്ലതുപോലെ മുട്ട ബോയിൽ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് മുട്ട കട്ട് ചെയ്ത് വെക്കാം. കണ്ടില്ലേ നല്ലതുപോലെ ഇത് റെഡി ആയിട്ടുണ്ട്. കറുപ്പ് കളറൊന്നും വരില്ല കേട്ടോ. നല്ല ഹാർഡായിട്ട് വേവും ചെയ്യും, പിന്നെ ബ്ലാക്ക് കളറൊന്നും വരികയും ചെയ്യില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു എഗ് ബോയിലർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പോച്ച്ഡ് എഗ്ഗ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പോച്ച്ഡ് എഗ്ഗ് ഉണ്ടാക്കാനായിട്ട് നമുക്കിവിടെ വേണ്ടത് 120 ml വെള്ളമാണ് കേട്ടോ. ഏകദേശം 11 മിനിറ്റ് സമയമാണ് എടുക്കുക ഇത്രയും വെള്ളം വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ 120 ml വെള്ളം നമ്മുടെ ഹീറ്റിംഗ് പ്ലേറ്റിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
അതിനുശേഷം നമ്മുടെ എഗ് ബോയിലർ ട്രേയും കൂടി വെക്കണം. അതിൻ്റെ മുകളിലാണ് ഈ ഒരു പോച്ച് ബൗൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ പുരട്ടിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് ഇളക്കിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മുടെ എഗ് ബോയിലിംഗ് ട്രേ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ഒരു പോച്ച് ബൗൾ വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് മുട്ട പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പോച്ച് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. രണ്ട് ബൗളിലേക്കായിട്ട് 2 മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു മുട്ടയുടെ മുകളിൽ ഞാൻ കുറച്ച് പപ്രിക്ക പൗഡറും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതിൽ ചേർക്കാം കേട്ടോ. സവാള, പച്ചമുളക്, കറിവേപ്പില അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. രണ്ടാമത്തേതിൽ ഞാൻ കുറച്ച് പെപ്പറും സോൾട്ടുമാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ മൂന്നാമത്തേത് ഞാൻ കുറച്ച് മധുരത്തോട് കൂടിയിട്ടാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. വെള്ളയിലേക്ക് 1 ടീസ്പൂണും മഞ്ഞയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വരെ പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. എന്നിട്ട് രണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഒന്ന് അലിയിച്ചെടുക്കുക. അപ്പോൾ ഈ പോച്ച്ഡ് എഗ്ഗ് നമുക്ക് ഈ ഒരു പോച്ച് ബൗളിൽ വെച്ചിട്ട് ഏത് രീതിയിലും നമുക്ക് ഇഷ്ടമുള്ളതുപോലെ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ വെള്ളം മാത്രമാണ് ഇതിൽ ഒഴിക്കുന്നത്. എന്നിട്ട് ഈ വെള്ളം വെന്ത് കഴിഞ്ഞാൽ മാത്രമേ മഞ്ഞ മുകളിൽ ഒഴിക്കുള്ളൂ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതിനായിട്ട് മഞ്ഞ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 11 മിനിറ്റ് സമയമാണ് എടുക്കുക. 120 ml വെള്ളം വെച്ചിട്ട് 11 മിനിറ്റ് സമയം കൊണ്ട് നമ്മുടെ പോച്ച്ഡ് എഗ്ഗ് റെഡിയായി കിട്ടും. അപ്പോൾ അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇടയിൽ ഞാനൊന്ന് തുറക്കുന്നുണ്ട്. കാരണം നമ്മുടെ ആ ഒരു മധുരം ചേർത്തിരിക്കുന്ന എഗ്ഗ് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മഞ്ഞ ചേർത്ത് കൊടുക്കാം. മുകളിൽ മഞ്ഞ ഒഴിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും അടച്ചു വെച്ചിട്ട് ബാക്കിയും കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളിത് ഓഫ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓഫ് ആയിക്കോളും. അപ്പോൾ ഇത് നമ്മുടെ പോച്ച്ഡ് എഗ്ഗൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സമയമാകുമ്പം ഇതങ്ങ് ഓഫായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലിഡ് തുറക്കാം. അപ്പോൾ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് ഇപ്പോൾ പുറത്തെടുക്കുന്നില്ല. ഒരു 1-2 മിനിറ്റ് വന്നിട്ട് നല്ലോണം തണുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുറത്തെടുത്തൊരു 1-2 മിനിറ്റിന് ശേഷം നമുക്കിത് ഇളക്കിയെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റാണ് കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ നമുക്ക് ഇത്രയും ഈസി ആയിട്ട് പോച്ച്ഡ് എഗ്ഗ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണല്ലോ. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് 3 എണ്ണവും കിട്ടിയിട്ടുണ്ട്. പൊട്ടിപ്പോവുക ഒന്നുമില്ല. നല്ല സ്മൂത്തായിട്ടാണ് അത് ഇരിക്കുക. ഇനി നമ്മുടെ ഈ ഒരു എഗ് ബോയിലർ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുകയെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ലിഡിൽ അഴുക്കൊന്നും ആവാത്തതുകൊണ്ട് ഞാനിതിൽ ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഒന്നും തന്നെ ചേർക്കാതെ വെറും പച്ചവെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാലും നമ്മൾ ഈ മുട്ട വെച്ച ട്രേ ഉണ്ടല്ലോ, അതിൽ ഞാൻ കുറച്ച് ലിക്വിഡൊക്കെ ആക്കി സ്പഞ്ച് വെച്ചിട്ട് ഒന്ന് ഉരച്ച് കഴുകുന്നുണ്ട്. അതിൽ ചെറുതായിട്ട് നമ്മൾ മുട്ട വെക്കുന്നതുകൊണ്ട് കുറച്ച് അഴുക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ അതും നമുക്കിതുപോലെ അതിന് ശേഷം പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. അതുപോലെ നമ്മുടെ ഈ ഒരു പോച്ച് ബൗളും അത് ക്ലീൻ ചെയ്തെടുക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. അതിലിങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇതിലും കുറച്ച് ലിക്വിഡൊക്കെ ആക്കിയിട്ടൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് മാത്രം. പച്ചവെള്ളത്തിൽ കഴുകിയാൽ തന്നെ അതങ്ങ് ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ ഈ പോച്ച് ബൗൾ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ നല്ല ഈസിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്കിതിൻ്റെ ആക്സസറീസൊക്കെ ഇതുപോലെ വെള്ളത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതേസമയം നമ്മുടെ ഈ ഒരു എഗ് ബോയിലറിൻ്റെ ആ ഒരു ഹീറ്റിംഗ് പ്ലേറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ വെള്ളത്തിൽ കഴുകിയെടുക്കേണ്ട, അതൊന്ന് തുടച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആദ്യം ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൽ അഴുക്കൊക്കെ ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അതും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഒട്ടും പണിയൊന്നുമില്ല. അതിനുശേഷം ഞാനൊരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ആ ഒരു ഹീറ്റിംഗ് പ്ലേറ്റും അതിൻ്റെ സൈഡും ഒക്കെ നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്